തീർക്കാൻ നോക്കുക. ഇത്രയും ദിവസം ഇനിയും കിടപ്പുണ്ട്. അപ്പം എല്ലാവരും കൂടെ സന്തോഷമായിട്ട് വന്നിട്ട് നിന്നെയും നിൻ്റെ വൈഫിനെയും നിൻ്റെ കുഞ്ഞിനെയൊക്കെ ആയിട്ട് ആ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും സന്തോഷം. നമുക്കും കാണുന്നവർക്കും അത് തന്നെയാണ്. ഇപ്പം തന്നെ നീ വാടക വീട് നോക്കുന്നു, കൊച്ചു വീട് നോക്കുന്നു, അതിൻ്റെ ഒരു ആവശ്യമില്ല. മെച്ചൂർഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഞാൻ പറയട്ടെ, ഇതുവരെ വെച്ച വീഡിയോ വെച്ച് നോക്കുമ്പോൾ നീ ഇന്ന് ശരിക്കും മെച്ചൂർഡായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ഈ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് കല ഉടച്ചെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. നീ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ട് നിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകാൻ ആദ്യം ശ്രമിക്കണം. അതാണ് ഇച്ചിരി കൂടെ നല്ലത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്ത് തുടങ്ങും. ഇനി ഇത് അവൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി ഓരോരുത്തർ വെയിറ്റ് ചെയ്യും. ഈ ആൾക്കാർക്ക് എന്താണെന്നറിയോ, ഫാമിലി വ്ളോഗേഴ്സാണ്, നിങ്ങളുടെ പേഴ്സണൽ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ വന്നിട്ട് പറയും എന്താ ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. കാരണം തമ്മിലടിച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. നീ സെറ്റായിട്ട് ഇനിയും ദിവസങ്ങൾ കിടപ്പുണ്ട്, വാടക വീട് നോക്കാൻ പറട്ടെ. ആദ്യം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിൻ്റെ വീട്ടിൽ തന്നെ പോകാൻ നോക്കുക. അതാണ് ചെയ്യാൻ ആദ്യം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച കൂട്ടത്തിൽ എന്താ പറയുക, എനിക്കിത് തോന്നി ചാനൽ വളർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. ഇപ്പോഴും ചെറിയ ഡൗട്ട് ഇല്ല, കാരണം മിക്കവരെയും കണ്ടുവന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു.